മക്കാബിയരുടെ ഒന്നാം പുസ്തകം 7-ാം അധ്യായം 23 മുതൽ 27 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. വിജാതീയരെക്കാളും കൂടുതലായി അൽക്കീമോസും അവൻ്റെ അനുചരന്മാരും ഇസ്രായേൽ മക്കളോട് ചെയ്ത തിന്മയെല്ലാം യൂദ കേട്ടറിഞ്ഞു. അയാൾ യഹൂദിയ പരിസരങ്ങളിലേക്ക് ചെന്നു. മത്സരികളെയെല്ലാം ദേശമാകെ ഉഴലത്തക്കവണ്ണം ചിതറിച്ചു. അൽക്കീമോസ് യൂദായും അനുചരന്മാരും പ്രബലരായത് കണ്ട് അവരുടെ നേരെ നിൽപ്പാൻ അവന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കി രാജസന്നിധിയിലേക്ക് തിരികെ പോയി. വളരെയേറെ തിന്മകൾ അവർ ചെയ്തതായി ഏഷണി പറഞ്ഞു. ദമത്രിയോസ് രാജാവ് തൻ്റെ പ്രഭുക്കന്മാരിൽ ശ്രേഷ്ഠരായവരിൽ ഒരുവനായ നീക്കാനോറിനെ അയച്ചു. അവനോ ഇസ്രായേലിനോട് വെറുപ്പും ശത്രുതയുമുള്ളവനായിരുന്നു. യഹൂദ ജനത്തെ തുടച്ചു മായിച്ച് ഉന്മൂലനം ചെയ്യുവാൻ അവന് കൽപ്പന കൊടുത്തു. അവൻ യെരൂശലേമിലെത്തി. ഒരു വലിയ സേനയും ഉണ്ടായിരുന്നു. യൂദയുടെയും സഹോദരന്മാരുടെയും അടുക്കിലേക്ക് വഞ്ചന നിറഞ്ഞ സമാധാന വാക്കുകളോടെ ആളയച്ചു പറഞ്ഞു: സ്വർഗീയ രാജാവ് തിരുമനസ്സോടെ നിന്നിൽ നിന്ന് ജനിക്കുകയും നിന്റെ മുലപ്പാൽ കുടിക്കുകയും ചെയ്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.